കേരള ഫിസിയേഴ്സ് അസോസിയേഷൻ്റെ 24ാം സംസ്ഥാന സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന പുതിയ പ്രസിഡന്റ് ഡോക്ടർ എൻ.എ. നസറുള്ള, പുതിയ ജനറൽ സെക്രട്ടറി, നമ്മയെല്ലാം സ്വാഗതം ചെയ്ത ഡോക്ടർ ആർ. സുനിൽ രാജ്, ബഹുമാന്യനായ ഹോമിയോപ്പതി ഡയറക്ടർ ഡോക്ടർ പി. സണ്ണി ജേക്കബ്, മുൻ പ്രസിഡന്റ് ഡോക്ടർ കെ എം ഉവൈസ്, ഡോക്ടർ വി എൻ രാജു, ഡോക്ടർ ബി അനിൽ, മറ്റ് വിശിഷ്ടാതിഥികളെ, കഴിഞ്ഞ 2 ദിവസക്കാലമായിട്ട് 22, 23 തീയതികളിലായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന 24ാം സംസ്ഥാന സമ്മേളനത്തിൽ പങ്കാളികളായിട്ടുള്ള ബഹുമാന്യരായ ഡോക്ടർമാരെ, സ്നേഹസമ്പന്നരായ സഹോദരീ സഹോദരന്മാരെ, ഫിസിയേഴ്സ് അസോസിയേഷൻ്റെ 24ാം സംസ്ഥാന സമ്മേളനത്തിൽ അതിൻ്റെ സമാപന വാലഡിക്ടറി ഫംഗ്ഷനിൽ പങ്കെടുക്കുവാൻ സാധിച്ചതിൽ വളരെയേറെ സന്തോഷമുണ്ട്. ഈ വേദിയിലുള്ള വിശിഷ്ട അതിഥികളുടെയും ഭാരവാഹികളുടെയും നിങ്ങളേവരുടെയും അനുവാദത്തോടും ആശീർവാദത്തോടും കൂടി ഗവൺമെൻറ് ഹോമിയോ മെഡിക്കൽ ഓഫീസേഴ്സിൻ്റെ 24ാമത് സ്റ്റേറ്റ് സമ്മേളനത്തിൻ്റെ ഈ സമാപന ചടങ്ങ് ഔപചാരികമായി നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. കഴിഞ്ഞ 2 ദിവസക്കാലമായി ഇവിടെ നടന്നിട്ടുള്ള ഈ സമ്മേളനം, ഈ സംസ്ഥാന സമ്മേളനം, ഈ സംഘടനയുടെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളുടെ ഒരു സുപ്രധാനമായിട്ടുള്ള സമ്മേളനമാണ്. ഇവിടെ സ്വാഗത പ്രസംഗത്തിലും അധ്യക്ഷ പ്രസംഗത്തിലുമെല്ലാം സൂചിപ്പിച്ചതുപോലെ വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് ഇത് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഈ സമ്മേളനത്തിൽ നിങ്ങൾ പങ്കെടുത്തിട്ടുള്ളത് എന്നും സൂചിപ്പിക്കുകയുണ്ടായി. ആ പ്രാധാന്യവും ആ പ്രതീക്ഷയും ഒരിക്കലും വൃഥാവിലാവില്ല എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഹോമിയോപ്പതിയെ സംബന്ധിച്ചിടത്തോളം ഏത് ചികിത്സാ സമ്പ്രദായവും വൈദ്യശാസ്ത്ര ചികിത്സയും ആത്യന്തികമായി ജനങ്ങൾക്ക് വേണ്ടിയാണ്. ജനങ്ങൾ ആഗ്രഹിക്കുന്നതനുസരിച്ചാണ്, അവർ സ്വീകരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ വൈദ്യശാസ്ത്രം തന്നെ വളർന്നു വരുന്നത്. അപ്പം ആ രൂപത്തിൽ നോക്കുമ്പോൾ ഹോമിയോപ്പതിക്ക് തീർച്ചയായിട്ടും ഒരു വലിയ ഭാവി നമുക്ക് കാണുവാൻ സാധിക്കും. കൂടുതൽ സ്വീകാര്യത ഹോമിയോപ്പതിക്ക് ഇന്ന് കൈവന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കും. ഹോമിയോപ്പതിയെ സംബന്ധിച്ച് പറയുമ്പോൾ മറ്റു ചികിത്സാ സമ്പ്രദായങ്ങളെക്കാൾ കുറഞ്ഞ പ്രായം ഉള്ള ഒരു ചികിത്സാ സമ്പ്രദായമാണ്. ഏറ്റവും കുറഞ്ഞ പ്രായമാണ്. പക്ഷേ ആ കുറഞ്ഞ കാലയളവിൽ തന്നെ
ഇത്രയധികം ജനങ്ങളുടെ ഒരു അംഗീകാരം നേടാൻ സാധിച്ചു എന്നത് ഇതിൻ്റെ ഏറ്റവും വലിയ നേട്ടമായി തന്നെ ഞാൻ കാണുകയാണ്. ആ രൂപത്തിൽ തന്നെ ഈ മേഖലയെ കാണുന്ന ഒരു സമീപനമാണ് ഈ സർക്കാരിന് ഉള്ളത്. ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന ഈ സർക്കാരിൽ നിന്ന് ഇവിടെ പറഞ്ഞു കൂടുതൽ വലിയ പ്രതീക്ഷയാണ്. തീർച്ചയായും ആ പ്രതീക്ഷ ഒരിക്കലും അസ്ഥാനത്താവില്ല. പരിമിതികൾ ഏറെ ഉണ്ടെങ്കിലും അത് ചില പരിമിതികളാണ്. ഹോമിയോപ്പതിയെ മറ്റ് ചികിത്സാ സമ്പ്രദായങ്ങളോടൊപ്പം അംഗീകരിക്കുന്ന കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം കൈക്കൊണ്ട ഒരു സർക്കാരാണ് ഇന്ന് കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന സർക്കാർ എന്ന കാര്യം നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു മെഡിക്കൽ യൂണിവേഴ്സിറ്റി കേരളത്തിൽ സ്ഥാപിക്കുവാൻ തീരുമാനിച്ചപ്പോൾ ഹോമിയോപ്പതി ഉൾപ്പെടെയുള്ള ഹോമിയോപ്പതിക്ക് അതിൽ അംഗീകാരം നൽകാൻ ഈ സർക്കാർ എടുത്ത തീരുമാനം ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു ചുവടുവയ്പ്പാണ് എന്ന കാര്യം നാം എപ്പോഴും കാണേണ്ടതായിട്ടുണ്ട്. അതിന് എതിരായിട്ട് പോലും ഒട്ടേറെ പ്രചാരവേലകളും ഇതിനെതിരായിട്ട് ഒട്ടേറെ പ്രക്ഷോഭങ്ങളും ഈ കേരളത്തിൽ ഉയർന്നു വന്ന സാഹചര്യത്തിലും നമ്മുടെ നിലപാടിൽ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. അതൊരു വലിയ അംഗീകാരമായിട്ട് തന്നെയാണ്. ആ രൂപത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു സംവിധാനമാണിത് കേരളത്തിലുള്ളത്. പരിമിതികൾ ഞാൻ പറഞ്ഞില്ലേ, പരിമിതികൾ ഒരുപാട് ഉണ്ട്. നിങ്ങളിവിടെ സൂചിപ്പിച്ചതുപോലെ കുറേ നാളുകളായിട്ട് കഴിഞ്ഞ 5-10 വർഷക്കാലമായി നിലനിൽക്കുന്ന ഒരു മുരടിപ്പ് ഈ മേഖലയിൽ അനുഭവപ്പെടുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. ഒരു മുരടിപ്പ്, വളർച്ചയുടെ ഒരു കാര്യത്തിൽ ഒരു സ്തംഭനാവസ്ഥ നിലനിൽക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അത് കടന്ന് ഈ മേഖലയെ വളർത്തിയെടുക്കാൻ, വ്യാപിപ്പിക്കുവാൻ ഇപ്പോൾ കേരളത്തിലെ 1000-ഓളം പഞ്ചായത്തുകളിൽ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റികളിൽ, കോർപ്പറേഷനുകളിലൊക്കെ എടുക്കുമ്പോൾ പകുതിയോളം പ്രദേശം മാത്രമാണ് നമുക്കിന്ന് ഡിസ്പെൻസറികളും ആശുപത്രികളും പ്രവർത്തിക്കുന്നതെന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതൊരു വലിയ കുറവാണ് ആരോഗ്യരംഗത്തെ സംബന്ധിച്ച്. കാരണം ഈ ഹോമിയോപ്പതിക്ക് നൽകുന്ന പരിഗണന അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ ഒരിക്കലും വൃഥാവിലാവില്ല എന്ന യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട്. അതുകൂടി അംഗീകരിച്ചുകൊണ്ട് തന്നെ ഇതിന് ഒരു പ്രത്യേക പരിഗണന നൽകിക്കൊണ്ട് ഈ രംഗത്ത് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. നിങ്ങളുടെ സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് വളരെയേറെ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ വക കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു തുറന്ന സമീപനമാണ് സംസ്ഥാന സർക്കാരിനുള്ളത്. വളരെ അനുകൂലമായ പോസിറ്റീവായിട്ടുള്ള ഒരു സമീപനം, തുറന്ന ഒരു സമീപനമാണ് ഇക്കാര്യത്തിലുള്ളത്. നമ്മുടെ അസോസിയേഷനുമായി ചേർന്നുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്ത് സമയബന്ധിതമായിട്ട് തന്നെ ഈ രംഗത്ത് മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി സർക്കാർ മുൻകൈയെടുക്കും. അതിനുള്ള ഒരു സന്ദർഭമായിട്ട് കൂടി ഞാനിതിനെ കാണുകയാണ്. 2 ദിവസക്കാലം നീണ്ടുനിന്ന ഈ സമ്മേളനത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട ആരോഗ്യമന്ത്രി തന്നെ ഇതിൽ പങ്കെടുത്തു എന്നത് നിങ്ങൾക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ വരാൻ പോകുന്ന നിയമസഭയിലും തുടർന്നുള്ള പ്രവർത്തനങ്ങളിലും നിങ്ങളുടെ ഈ ആവശ്യങ്ങൾ ആരോഗ്യ മേഖലയ്ക്ക് ഏറ്റവും മുതൽക്കൂട്ടായിട്ടുള്ള ഒരു മേഖല എന്ന നിലയിൽ തന്നെ ഇതിനെ അംഗീകരിച്ചുകൊണ്ടുള്ള നടപടികളും പ്രവർത്തനങ്ങളും നമുക്ക് കൈക്കൊള്ളാൻ സാധിക്കും. അതിന് സഹായകരമായി തീരട്ടെ ഈ 24ാം സംസ്ഥാന സമ്മേളനമെന്ന് ചുരുക്കമായിട്ട് നിങ്ങളോട് പറഞ്ഞുകൊണ്ട് ഈ സമാപന സമ്മേളനത്തിനും ഈ സംസ്ഥാന സമ്മേളനത്തിനും എല്ലാ വിജയവും എല്ലാ നന്മകളും നേർന്നുകൊണ്ട് ഈ സമാപന പൊതുസമ്മേളനം നിങ്ങളുടെ എല്ലാം അനുവാദത്തോടു കൂടി ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞതായി ഞാനിവിടെ അറിയിച്ചുകൊണ്ട് ഞാനെൻ്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. നിങ്ങൾക്കെല്ലാം ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം.
കേരള സംസ്ഥാനം രൂപീകൃതമായിട്ട് 52 വർഷമായിരിക്കെ സംസ്ഥാനത്ത് ഒരു ഏകീകൃത മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് നിയമം നിലവിൽ വന്നിട്ടില്ല. ഈ അവസരത്തിൽ ആയതിനെ നിയമമാക്കാൻ നിയമവകുപ്പ് മന്ത്രി എന്ന നിലയിൽ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ പരിഗണനയ്ക്ക് സാദരം വയ്ക്കുന്നു. KGHMOA pays homage and honors the departed soul of Dr. K.K. Jose in this meeting. I request the Honorable Minister to give away the honor to the daughter of Dr. K.K. Jose, Bella Maria Jose. I invite Bella Maria Jose to kindly accept the honor from the Honorable Minister. Next, we would like the Honorable Minister to honor Dr. B. Balachandran Nair. His contribution to the association is highly laudable. As liaison officer, he has been caring for the individual grievances of our members. The association is proud to have Dr. Balachandran Nair as the liaison officer for 6 consecutive years. I invite the Honorable Minister to kindly honor Dr. B. Balachandran Nair.